ഹലോ, ഇന്ന് ഞാൻ ഒരു അയലക്കറിയായിട്ടാണ് വരുന്നത്. ഞാൻ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിൽ നിന്നാണ് അയല വാങ്ങിയത്. അവർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാ ഫിഷസും അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അവർക്കൊരു ആപ്പുണ്ട് ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞാൽ, അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൽ നിന്ന് വാങ്ങാൻ പറ്റും. റീസണബിൾ പ്രൈസ് ആണ്, പക്ഷേ ഡെലിവറി ചാർജ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും കുറച്ചുകൂടെ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ അവർക്ക് എല്ലാ മറൈൻ ഫിഷും ഉണ്ട്. നമുക്ക് അല്ലാതെ നമ്മൾക്ക് വളർത്തുന്ന മീനും കിട്ടും, നമുക്ക് ചിക്കൻ കിട്ടും, മട്ടൺ കിട്ടും, പിന്നെ അതുപോലെ മാറിനേറ്റ് ചെയ്ത് കിട്ടും, പിന്നെ നോൺ വെജ് പിക്കിൾസ് കിട്ടും, എല്ലാം കിട്ടും. അപ്പം ഞാൻ ഇതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് വെച്ചതിന് ശേഷം ആദ്യം നല്ലതായിട്ട് കഴുകിയിട്ട് കല്ലുപ്പെടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഫിഷ് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം തന്നെ ഈ 3 ഫിഷും എല്ലാം നല്ല ചെതുമ്പലെല്ലാം കളഞ്ഞ് അതിൻ്റെ ചിറകെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് ഈ ഉപ്പ് വെള്ളത്തിൽ തന്നെയാണ് ഞാൻ തിരിച്ചങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ ഈ ഉപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ, മീൻ ഇച്ചിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇത് പക്ഷേ ഒരു പ്രശ്നം ഇല്ല, ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ മീൻ നല്ല അങ്ങ് ഉറയ്ക്കും ഉപ്പ് വെള്ളത്തിൽ. അത് കല്ലുപ്പായിരിക്കും നല്ലത് കേട്ടോ, മറ്റേ പൊടിയുപ്പിനേക്കാളും കല്ലുപ്പാണ് നല്ലത്. അപ്പോൾ കല്ലുപ്പ് എപ്പോഴും ഒരു പാക്കറ്റ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്നാൽ പലതരം ഉപയോഗമുണ്ട്, നല്ലതാണ്. ഞാൻ മിക്ക കറികൾക്കും കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലോണം വാഷ് ചെയ്ത് നല്ലോണം അത് എല്ലാം നല്ല ഫ്രഷാക്കി അകമെല്ലാം നല്ല ക്ലീൻ ചെയ്ത് അതിനെ കട്ട് ചെയ്ത് പീസാക്കുക. ഈ ഫ്രഷ് ടു ഹോം അവർക്ക് അല്ലാതെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട്, അവർക്ക് എഗ്സ് ഉണ്ട്, അല്ലാതെ അവർക്ക് ഇതുണ്ട് കേട്ടോ, മാറിനേറ്റഡ് ചെയ്ത ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ പിക്കിൾസ് ഉണ്ട്, പിന്നെ ദോശമാവുണ്ട്, ഇങ്ങനെ ഒത്തിരി സാധനം അവർക്കുണ്ട്. അവരുടെ ആപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. പിന്നെ അവരുടെ റീസണബിളാണ് ഒരു പരിധി വരെ നോക്കിയാൽ, പക്ഷേ നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പം അതിൻ്റെ അത്രയും റീസണബിൾ അല്ല. കാരണം അവർ അത് ഉണ്ട് പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പം മീൻ കിട്ടിയില്ലെങ്കിലും ഇതിൽ നിന്ന് വാങ്ങാൻ പറ്റും. അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തത് വേണമെങ്കിലും ക്ലീൻ ചെയ്തത് കിട്ടും. ഇഷ്ടം പോലെ കൊഞ്ച് ഐറ്റംസ് ഉണ്ട്, അതുമെല്ലാം ഡീവൈൻ ചെയ്തതാണോ അല്ല ക്ലീൻ മാത്രം ചെയ്തത് അങ്ങനെ കിട്ടും, അല്ലാതെ മുഴുവനേ ഇരിക്കുന്നത് കിട്ടും. ഏത് വേണോ ഫ്രഷ് ടു ഹോം ആപ്പ് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അത് പക്ഷേ ദൂരെയൊക്കെ താമസിക്കുന്നവർക്കും മീനും അത്യാവശ്യമുള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇതിന് അരയ്ക്കാനുള്ള സാധനം നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിന് അരയ്ക്കാനുള്ള സാധനം വെച്ചാൽ ഇച്ചിരി തേങ്ങ വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ബൗളിൽ ഇച്ചിരി തേങ്ങ, ഞാൻ കുറച്ച് തേങ്ങ അരയ്ക്കുള്ളൂ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 4-5 കറിവേപ്പിലയും ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇട്ട്, മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തന്നെ ഞാൻ കുരുമുളക് പൊടി ഇടും. കാരണം വെച്ചാൽ മഞ്ഞൾപ്പൊടിയുടെ ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ അതിൽ ഇച്ചിരി കുരുമുളക് ഇടണമെന്നാണ് പറയുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് നല്ലവണ്ണം മഷി പോലെ അരയ്ക്കും എന്നൊക്കെ നമ്മുടെ അമ്മമാർ പറയില്ലേ, അതുപോലെ മഷി പോലെ നമ്മൾ മിക്സിയിൽ അരയ്ക്കും. ഞാൻ അത് അന്ന് അരയ്ക്കട്ടെ, അരച്ച് കൊണ്ടുവരും. അരച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കും. ഇപ്പം തന്നെ നല്ലവണ്ണം അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടീസ്പൂൺ എണ്ണ, കാരണം മീനാകുമ്പോൾ ഇച്ചിരി എണ്ണ വേണമല്ലോ, എണ്ണയില്ലെങ്കിൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഇല്ല. എന്നിട്ട് എണ്ണ നല്ല ചൂടാകുമ്പോൾ തന്നെ കടുകിടും. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ തന്നെ ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, കുറച്ച് ഉലുവ. എല്ലാം എനിക്കൊരു കൈക്കണക്കാണ് കൂടുതൽ, എനിക്കിങ്ങനെ കണക്ക് എഴുതാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഉലുവ ഇട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് നല്ലോണം മൂപ്പിക്കും. ഇത് ഇത്രയിട്ട് മൂപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഉലുവയും പിന്നീട് ഇട്ട് മൂപ്പിക്കുമ്പം ഭയങ്കര ഒരു മണമാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു മണമാണ്. അതിനുശേഷം പച്ചമുളക്, ബാക്കിയിരിക്കുന്ന 2 പച്ചമുളക്, 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് 3 പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വരുമ്പോൾ ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി,
ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം, തീ നല്ല കുറയ്ക്കണം. ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആ തീ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ മല്ലിപ്പൊടിയിട്ട് ഇളക്കിയതും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളകും മറ്റേ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ പൊടിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, തേങ്ങയുടെ കൂട്ട്, അതിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. എന്നിട്ട് അതിലോട്ട് കുതിർത്ത് വെച്ച പിണമ്പുളി, ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നു, ആ പിണമ്പുളിയും കൂടെ, പിണമ്പുളി വെച്ചാൽ കൊടംപുളി എന്നും പറയും, ചിലർ പിണമ്പുളി എന്ന് പറയും. എൻ്റെ അമ്മയൊക്കെ പറയണം പിണമ്പുളി എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പിണമ്പുളി എന്ന് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊടംപുളിയാണ് കേട്ടോ. അപ്പം കൊടംപുളിയിട്ട് തിളപ്പിച്ചാറിച്ച വെള്ളവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച്, ഒത്തിരി കട്ടിയുള്ള കറിയല്ല ഞാൻ വയ്ക്കുന്നത്, ഒരുവിധം മീഡിയം കട്ടിയുള്ള കറിയാണ്. അപ്പോൾ അത് ഇട്ട് തിളപ്പിച്ചിട്ട് കല്ലുപ്പിട്ട് കൊടുക്കും. കല്ലുപ്പെന്ന് വെച്ചാൽ റോക്ക് സോൾട്ട്, അതും ഇട്ടിട്ട് അതിന് നല്ലോണം തിളയ്ക്കാൻ അനുവദിക്കുക. ഈ മീൻകറി തിളയ്ക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ് കിട്ടുന്നത് നമുക്ക് മൂക്കിന്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ മൂടി അടച്ച് വെച്ച് നല്ലോണം അതിനെ ഒന്നുകൂടെ നല്ല തിളയ്ക്കാൻ അനുവദിക്കണേ. തിളച്ച് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അത് മൂടി തുറന്നിട്ട് നമ്മൾ മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കണം. നല്ല തിളച്ച് വെന്ത മണം വരും. അതിനുശേഷം നമ്മൾ അയല കഷ്ണിച്ച് വെച്ചിരിക്കുന്ന, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയലക്കറിയിട്ട് ഒന്ന് തവി കൊണ്ട് ഇളക്കി ഒന്ന് കുലുക്കി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തവി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അത് ഇടാതെ നമ്മളൊന്ന് കുലുക്കി വെച്ച് കൊടുക്കുക. കുലുക്കി വയ്ക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നന്നായിട്ട് കറിയെല്ലാം അങ്ങ് കയറും മീനിൻ്റെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് അടച്ച് വെച്ച് വേവിക്കുക. തിളച്ച് കഴിയുമ്പോൾ അടപ്പടച്ച് വെച്ച് വേവിക്കുക. ഒരു 15 മിനിറ്റ് പോലും വേണ്ട മീൻകറി വേകാനായിട്ട്. ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഇത് ഇറക്കിയാൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ വീണ്ടും എണ്ണ ഒഴിക്കണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് ഒരു 3/4 വേഗമാകുമ്പോൾ തന്നെ എനിക്കൊരു പച്ചമുളകിൻ്റെ ചെടിയുണ്ട്, അതിലൊരു തൊണ്ടമുളക് നിന്ന് അത് ഒരെണ്ണം ഞാൻ ഇട്ടിട്ട് ഒരു ടൊമാറ്റോയും കൂടെ അരിഞ്ഞിട്ട്, പക്ഷേ ഞാൻ അതിനെ ഒത്തിരി അങ്ങ് വെന്ത് പോകാൻ അനുവദിക്കത്തില്ല. ടൊമാറ്റോയെ ഒന്ന് നമുക്ക് കറിയൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടണം. അതും കൂടെ ഇട്ടിട്ട് ഒരു 1 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ മൂടി അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂടി അടച്ച് ഇറക്കി വയ്ക്കുക. നല്ല അയലക്കറി റെഡിയായി.